കൊച്ചി എടവനക്കാട് കടൽഭിത്തി കെട്ടാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വൈപ്പിൻ മുനമ്പം റോഡ് ഉപരോധിച്ചു. റോഡിൽ പന്തലുയർത്തിയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. വകുപ്പ് മന്ത്രി വരാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. കളക്ടറെ നേരിൽ കണ്ട് കാര്യങ്ങൾ അറിയിച്ചുവെന്ന് എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ കളക്ടറേറ്റുള്ള മീറ്റിംഗിൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായി. കാരണം കടൽ കയറിക്കൊണ്ടിരിക്കണല്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തീര സദസ്സിൽ 55 കോടി ടെട്രോപാഡ് മോഡൽ നിർമ്മിക്കാൻ വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടുന്ന് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ചു. ഞങ്ങളുടെ ആവശ്യം പുലിമുട്ടും ടെട്രോപാഡ് മോഡൽ ചെല്ലാനത്തും ചെയ്ത അതേ തന്നെ ഞങ്ങൾക്കും വേണം എന്നുള്ളതാണ്. കാരണം 5 ജീവനുകൾ എടുത്ത ഒരു തീരദേശമാണ്. ചെല്ലാനത്ത് എന്ത് സംഭവിച്ചുവോ അതേപോലെ തന്നെ ഉള്ളതാണ് എടവനക്കാട് പഞ്ചായത്ത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇപ്പോഴും എടവനക്കാട് പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണോ? വേണു, കനത്ത മഴയെ അവഗണിച്ചും പ്രതിഷേധം തുടരുകയാണ്. 3-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം, കളക്ടറോ ADMO RDO ആരും ഈ സമരസ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ റോട്ടിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ് തീരസംരക്ഷണ സമിതിയുടെ ആളുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് ശക്തമായ കടലുകയറ്റമുണ്ട്. ഈ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുകയാണ്. കനത്ത നാശനഷ്ടം ഈ തീരദേശവാസികൾക്കുണ്ടാകുന്നു. കഴിഞ്ഞ 20 വർഷമായി ഇവിടെ കടൽഭിത്തി കെട്ടണമെന്നൊരു ആവശ്യം ഉയർത്തുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇന്നലെ കളക്ടറെ നേരിൽ കണ്ട് ഇവിടുത്തെ അധികൃതർ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് തങ്ങളുടെ പക്കൽ ഫണ്ടില്ല എന്നാണ്. എന്നാൽ താൽക്കാലിക മാർഗമായി എന്തെങ്കിലും സ്വീകരിച്ചുകൂടെ എന്നുള്ള ചോദ്യം പഞ്ചായത്ത് അധികൃതർ ചോദിച്ചെങ്കിലും അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ വിഷ്ണു സുരേഷാണ് എടവനക്കാട് എന്ന വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രതിഷേധം ശക്തമാണ്.